ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചില വേദനകൾ ദൈവം നമുക്ക് തരുന്നത് വലിയ സന്തോഷങ്ങൾക്ക് വേണ്ടിയാ. ഈ കഴിഞ്ഞത് എന്റെ മോളങ്ങ് മറന്നേക്ക്. നിങ്ങളെങ്ങനെ സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നാ അതങ്ങ് നിർത്തിക്കോ. ദേ വരണു അടുത്ത മാരണം. ദൈവമേ, എങ്ങനെ പറയാതിരിക്കും? ഈ വീടിനെ ചന്തയോട് പോലും ഉപമിക്കാൻ പറ്റില്ലല്ലോ. ചന്തയ്ക്ക് ഇതിനേക്കാൾ കളിച്ചിട്ടുണ്ട്. ചെരുപ്പിവിടെ ഇടാം, അല്ലെങ്കിൽ വേണ്ട പൂച്ച എടുത്തോണ്ട് പോകും. അയ്യോ, പലതരം പാമ്പിനെയും കണ്ടിട്ടുണ്ട്, പക്ഷെ ഈ സൈസ് പാമ്പിനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. എന്തൊരു വിടക്ക് മണം. ദുർഗന്ധം എന്ന പേരിലുള്ള ബ്രാൻഡി ആണാടാ നീ കുടിച്ചത്? കീടനാശിനി ചീഞ്ഞ മണം. ഈ നശിച്ച വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോയാൽ മതിയായിരുന്നു. എന്താ ചേട്ടാ ഈ കാണിക്കുന്നൊക്കെ? അവളുടെ ഒരു ജയേട്ടൻ ഇതൊക്കെ ഇവിടെ നടക്കുന്നു എഴുതിയിട്ടല്ലേ ഈ മര്യാദകളൊക്കെ കാണിക്കണത്. സോറി, ഐ എം വെരി സോറി, വെരി സോറി, ഐ എക്സ്ട്രീംലി സോറി. ഈ പിന്നെ ഈ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പറ്റിപ്പോയി തെറ്റ്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കള്ളു കുടിക്കാൻ ഓരോരോ കാരണങ്ങള്. തകർന്ന ഹൃദയവും തളർന്ന ശരീരമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. സത്യം. ഇത് നാടകത്തിലെ ഡയലോഗല്ലേ? ആണോ? രക്ഷപ്പെടാൻ ഞാൻ ഒരു വഴി കണ്ടെത്തിയതാ. എനിക്ക് വേണ്ടപ്പെട്ടവരെ തട്ടിയെടുത്തു. ഇഴന്ന് തിന്നുന്നവനെ തുറന്ന് തിന്നാൻ നടക്കുന്ന കീടങ്ങള്. കൂടെ നിൽക്കുന്നവർക്കിട്ട് കുതികാല് വെട്ടാൻ നോക്കിയാലേ ഇങ്ങനെ ഇരിക്കും. എനിക്കിപ്പം സത്യം പറഞ്ഞ് ജീവിക്കാൻ ഒരു വഴിയില്ല. പക്ഷേ അതിനുള്ള സൊല്യൂഷൻ ഇതല്ലല്ലോ ചേട്ടാ. ചേട്ടൻ സമാധാനായിട്ടിരിക്കെ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി നോക്കാം. ഞാൻ സഹായിക്കാം. സഹായം, ഹെൽപ്പ്. എന്ത് സഹായമാണോ എനിക്ക് തരാൻ പോകുന്നത്? നിങ്ങളെ കോവിലകത്തെ കൃഷിപ്പണിയാണോ അതോ ടാപ്പിങ്ങാണോ? എന്താടാ അതൊക്കെ മോശമുള്ള പണിയാണോ? കണ്ടവനെ പറ്റിച്ച് ജീവിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ട് അന്തസ്സുള്ളത് ആ പണി. മറ്റുള്ളവരെ നാണം കെടുത്താനായിട്ട് നടക്കുന്നു. നിങ്ങളോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് കള്ളും കുടിച്ചോണ്ട് ഇങ്ങോട്ട് വരല്ലെന്ന്. ഇനി ഭർത്താവിന്റെ സങ്കടങ്ങൾ മനസ്സിലാക്കി അയാൾ രണ്ടെണ്ണം അടിച്ചോട്ടെന്ന് പറയുന്നവളാണ് കുലസ്ത്രീയായ ഭാര്യ. എനിക്കങ്ങനെ കുലസ്ത്രീ ആവണ്ട. നിങ്ങള് കള്ളു കുടിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. നിന്റെ ഇഷ്ടം നോക്കിയാണോ ഞാൻ ജീവിക്കുന്നത്? അങ്ങനെ ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പൊയ്ക്കോ. ഞാനും എന്റെ കുഞ്ഞും എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. എന്താ ചേട്ടാ ഇത്? കൈവിട്, കൈവിടാൻ, കൈവിടാൻ. എന്റെ ജയേട്ടന്റെ കയ്യിൽ കയറി പിടിക്കാൻ നീ ആളായിട്ടില്ല കേട്ടോ.
എന്റെ ഭർത്താവിനോട് ഇത്ര അടുപ്പം കാണിക്കുന്നത് എനിക്കിഷ്ടവും അല്ല. ചേച്ചി ഞാൻ നീ എന്താടി പറഞ്ഞ? എന്റെ ഭർത്താവ് എന്നെ തല്ലുകയോ കൊല്ലുകയോ ചെയ്യട്ടെ, അതിനുള്ള അവകാശം അങ്ങേർക്കുണ്ട്. അതിന് നിനക്കെന്താടി? ആ രമ്യയെ രാജു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ കുടുംബം രക്ഷപ്പെടുമായിരുന്നു. ശ്രീക്കും ഹരീഷിനും അന്തസ്സായിട്ട് ആ രുക്മിണി ആന്റിയുടെ വീട്ടിൽ ജീവിക്കായിരുന്നു. എന്റെ ജയേട്ടൻ രമ്യയുടെ ബിസിനസ്സിൽ പങ്കാളിയാവുമായിരുന്നു. ഈ നശിച്ച വാടക വീടിന് പകരം ഞങ്ങക്ക് സ്വന്തമായിട്ട് ഒരു വീടും കിട്ടുമായിരുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതം തകർത്തത് നീയാ. നീ ഒറ്റ ഒരുത്തി. ഇവിടെ വാ മനുഷ്യ. സോറി പതുക്കെ. അയ്യോ പതുക്കെ കൊണ്ട് പോടി. എന്റെ മോള് കരയാതെ. എനിക്ക് വിഷമമുണ്ട്. മോള് കണ്ട ലോകമല്ല ഇത്. ഇത് വേറൊരു ലോകാ മോളെ. സംസ്കാരവും മര്യാദയില്ലാത്തവരുടെ ലോകം. ഒരർത്ഥത്തിൽ പറഞ്ഞ ദ്രോഹികളുടെ ലോകം. ഇവരെല്ലാവരും എന്ത് കാണുന്നത് കച്ചവട കണ്ണുകൊണ്ട. ഈ കച്ചവടത്തിൽ എനിക്കെന്ത് ലാഭം കിട്ടുന്ന ഇവരുടെയൊക്കെ ചിന്ത. പക്ഷേ ഓൾക്ക് ആശ്വസിക്കാം, സന്തോഷിക്കാം. സ്വാർത്ഥ താല്പര്യങ്ങളില്ലാത്ത ആ ഒരേ ഒരാള് മോളുടെ ഭർത്താവ്, എന്റെ മകൻ രാജു. ചില വേദനകൾ ദൈവം നമുക്ക് തരുന്നത് വലിയ സന്തോഷങ്ങൾക്ക് വേണ്ടിയാ. ഈ കഴിഞ്ഞത് എന്റെ മോളെന്ന് മറന്നേക്ക്. ചേച്ചി എന്തിനാ ടെൻഷൻ എഴുതി നടക്കുന്നേ? ഒരുമാതിരി കൂട്ടിലടച്ചിട്ട് വരികനെ പോലെ ഉണ്ടല്ലോ. എന്താ കാര്യം? നിന്റെ ഭാര്യയോട് ഞാനൊരു ചായ ചോദിച്ചിട്ടേ 1.5 മണിക്കൂറായി, ഇതുവരെ കിട്ടിയിട്ടില്ല. പാലും പഞ്ചസാരയൊക്കെ മേടിക്കാനേ അവള് സൂപ്പർ മാർക്കറ്റിൽ പോയിരിക്കല്ലേ. അകലേ